മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ റമദാൻ 17 ആയില്ലേ, അപ്പോൾ ഇന്നത്തെ എൻ്റെ നോമ്പ് തുറക്കുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വൈകുന്നേരം ഉള്ള വീഡിയോ ആണ്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കാൻ കുറച്ച് സമയം ആയിട്ടോ. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കി, പിന്നെ കുറച്ച് കടി മേടിച്ചു, പിന്നെ പള്ളിക്കഞ്ഞി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇന്ന് അടിപൊളി മുട്ട മസാല കേട്ടോ പത്തിരിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചു. പിന്നെ പത്തിരി ഉണ്ടല്ലോ. പിന്നെ ഇന്ന് നമ്മൾ വാട്ടർ മെലോണാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. അത് ഒരെണ്ണം വാങ്ങിച്ച് അങ്ങോട്ട് പീസാക്കിയിട്ടും കുറച്ച് ജ്യൂസാക്കിയിട്ടും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി. പിന്നെ കാണാനും നല്ല രസമല്ലേ, കളർഫുള്ളായിട്ട്. എനിക്കിഷ്ടം കേട്ടോ, എനിക്ക് കൂടുതൽ ഇഷ്ടം വാട്ടർ മെലോണാണ്. തണ്ണിമത്തൻ വത്തയ്ക്ക എന്നൊക്കെ പറയൂലേ, അധികം ഒരു ഭാഗത്ത് വത്തയ്ക്ക എന്നൊക്കെയാണല്ലേ പറയുക. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചായയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ട് മുകളിലാട്ടോ ഒന്ന് നോമ്പ് തുറക്കണ. പണികളെ ബാങ്ക് വിളി കേൾക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. അപ്പം ഇന്ന് റമദാൻ 17 അല്ലേ, നല്ല 17 രാവ്, ഇന്ന് 17. അപ്പോൾ ക്ഷീണമൊന്നുമില്ല, എന്നാലും ഒരു ചെറിയൊരു തളർച്ച കേട്ടോ, വെള്ളത്തിൻ്റെ ഒരു തളർച്ച അത്രേ ഉള്ളൂ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പം നമ്മുടെ പുതിയ വാടക വീട്ടിലെ ഇങ്ങനൊരു നോമ്പുതുറ വിഭവങ്ങളും ഒക്കെ ആയിട്ട് മാഷാ അല്ലാഹ് പഠിത്തം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊക്കെ തന്നിക്കുന്നത് എത്രയോ വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടു കേട്ടോ, ഉച്ച സമയത്ത് ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോൾ. ഞാൻ അധികം വീഡിയോ ഒന്നും നോക്കൂല, യൂട്യൂബൊന്നും അധികം നോക്കൂല. എൻ്റെ വീഡിയോ ഇടും, അപ്ലോഡ് ചെയ്യും, അങ്ങനെ പോകും. പിന്നെ ഇടയ്ക്കൊരു ചുമ്മാ ഒന്ന് എനിക്കൊരു ഇൻസ്റ്റാഗ്രാമുണ്ട്, എനിക്ക് ചെറിയൊരു ഇൻസ്റ്റ ഉണ്ട് കേട്ടോ. അത് ഫോളോ ചെയ്യാത്തവർ പോയി ഫോളോ ചെയ്യണേ. അപ്പോൾ അത് നോക്കിയപ്പോൾ ഒരു കുട്ടി പറയുമ്പോൾ സുമാർ കുറച്ച് പ്രായമൊക്കെ ഉണ്ടാവും, 10-26 വയസ്സൊക്കെ ഉണ്ടാവും, ഒരു പെൺകുട്ടി. നിങ്ങളൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. മൂക്കിൽ കൂടെ അത്താഴം വെക്കുക, ട്യൂബിൽ കൂടെ ചോറ് മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിലാക്കിയിട്ട് പട്ടുകൂട് പോലെ ആക്കിയിട്ട് അടിച്ചിങ്ങനെ കയറ്റണം. അത് മാത്രമല്ല, അത് എത്ര ഉണ്ട്, എത്ര നീളമുണ്ട്, ഈ വണ്ണമുണ്ട് കേട്ടോ സെറിഞ്ച്. അപ്പോൾ അതിങ്ങനെ കയറ്റണം. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കിടക്കുന്ന വെള്ളം ചാടിയിട്ട് സത്യം പറഞ്ഞെങ്കിൽ അല്ല നമുക്ക് തന്നാൽ നിൽക്ക് ചിക്കുട്ടി. ചിക്കുട്ടിക്ക് ജലദോഷമാണ് കേട്ടോ, ചുമയുണ്ട്. അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം പറഞ്ഞാൽ പോരട്ടോ, സങ്കടമായി. പിന്നെ ആ സിറിഞ്ചിൽ ചോറ് കഴിച്ചിട്ട് ശേഷം വെള്ളം, ഇത്ര വെള്ളം കേട്ടോ. നമ്മുടെ അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്ക്. പഠിച്ചാൽ നമുക്ക് എല്ലാ ഇതും കൂടി അനുഗ്രഹം ചൊരിഞ്ഞ് തന്നിക്കല്ലേ. അപ്പം അള്ളാഹിനോട് നമ്മൾ എത്ര സുജൂദ് ചെയ്താലും മതിയാവൂല. അത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോയിട്ട് സത്യം പറഞ്ഞാൽ നമുക്ക് അള്ളാഹു കോരി വാരി തന്നിക്കുകയാണ് നമ്മുടെ അനുഗ്രഹം. നമ്മൾ ഇല്ല പറയുമ്പോഴും നമ്മൾ അവിടേക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്കുള്ളതൊക്കെ എത്രയോ വിലപ്പെട്ടതാണെന്ന് തോന്നും. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം കേട്ടോ. റിജിക്കുട്ടിക്ക് ചുമയാണ്, ജലദോഷമുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കാൽ മുകളിലാട്ടോ. അപ്പോൾ അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, സുഖമായിട്ട് നോമ്പ് തുറന്നിട്ട് ഇന്നലത്തെ തണുത്ത ജ്യൂസ് കുടിച്ചതാണെന്ന് അധികമായിരിക്കണം. അപ്പം ഞങ്ങൾ ഇന്ന് മുകളിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ട് വരും കേട്ടോ. അപ്പം അവിടെ കാറ്റുകൊണ്ട് എല്ലാവർക്കും വട്ടത്തിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ, ഉള്ളിൽ ഭയങ്കര ചൂടും. അപ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് സുഖമായിട്ട് ഇരിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് കേട്ടോ. അപ്പം നമുക്ക് ഇനി മുകളിൽ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ എല്ലാം റെഡിയാക്കി നമ്മൾ മുകളിൽ പോകട്ടെ. അപ്പം നല്ല രസമുണ്ടല്ലേ, കളർഫുള്ളായിട്ട് മത്തനെ കാണാൻ. പിന്നെ റിയാസ്ക അങ്ങനെ അവിടെ കടന്നു കേട്ടോ. അവിടുത്തെ കാറ്റും സുഖമൊക്കെ കൊണ്ടപ്പോൾ അങ്ങനെ അവിടെ കടന്നു. അപ്പം ഞാനൊക്കെ മുകളിൽ പോയി സെറ്റാക്കി കേട്ടോ, ഒരു വിരിയൊക്കെ വിരിച്ച്. പിന്നെ എൻ്റെ ബെഡ് ഫാത്തിമക്കുട്ടി അപ്പി ഇട്ടിട്ട് തകരാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ടുപോയി ഒന്ന് കഴുകി വെയിലത്തൊക്കെ ഇട്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് മുകളിൽ ഞാൻ ആദ്യമൊക്കെ കയറാൻ ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. പിന്നെ അങ്ങോട്ട് കയറി ശീലമായപ്പോൾ പിന്നെ നല്ല സുഖം തോന്നി കേട്ടോ. പിന്നെ വെറുതെ അങ്ങോട്ട് വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ പോകും. നല്ല രസമാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാൻ. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാനുള്ള എല്ലാ വിഭവവും അപ്പം കഴിക്കാനുള്ളതെല്ലാം ഞാൻ മുകളിലേക്ക് എത്തിച്ചു കേട്ടോ, റിൻഷിബോളും ഞാനും പാടെ. അപ്പോൾ കഞ്ഞി, കടി, ചായ, എനിക്ക് മെയിനായിട്ട് ചായയും കടിയും കിട്ടണം കേട്ടോ. നോമ്പ് തുറന്നാൽ വെള്ളം പിന്നെയൊക്കെ കഴിക്കുകയുള്ളൂ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ ഇന്നത്തെ ഒരു നോമ്പ് തുറ നല്ല റാഹത്താണ്. പണ്ടത്തെ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കേട്ടോ.
ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. ഇങ്ങനൊരു വീട്ടിൽ ഇരിക്കും, ഇവിടെ വെച്ച് നമ്മളിങ്ങനെ ഇതുപോലെ നോമ്പ് തുറക്കും, ഒന്നും എന്താ പറയുക, പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം കേട്ടോ. അല്ലേ അല്ലെന്ന് റിയസ്കവിടെ യാള്ള പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറക്കുന്ന ഐറ്റമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബെഡ് ഫാത്തിമക്കുട്ടി ബെഡിൽ അപ്പിയിട്ടു കേട്ടോ. അപ്പോൾ അത് കഴുകിയിട്ട് ഇവിടെ ഉണങ്ങാനിട്ടതാണ്. ഉണങ്ങാനിട്ടപ്പോൾ എന്തായി, ഇവിടെ ഇവർ കിടക്കാൻ തുടങ്ങി അതിൽ. അപ്പോൾ എൻ്റെ വീടിൻ്റെ എല്ലാ ഭാഗവും ഇതിലിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയും സമയമുണ്ട് വാങ്ങി കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഒന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇത്തിരി വെളിച്ചത്തിൽ. അപ്പോൾ ഇതൊക്കെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വെളിച്ചത്തിലൊന്നിങ്ങനെ കാണിച്ചു തരാം കേട്ടോ ബാക്ക് ക്യാമറയിൽ. അപ്പോൾ ഇതൊക്കെ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം. നമ്മളെ എത്ര തളർത്താൻ നോക്കിയാലും നമ്മൾ തളരില്ല. കാരണം അള്ളാൻ്റെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് ആരെത്ര എന്തൊക്കെ വെട്ടിമാറ്റാൻ നോക്കിയാലും നമ്മൾ മുന്നേറിക്കൊണ്ട് തന്നെ വരും കേട്ടോ. നമ്മളെ തളർത്തും തോറും നമ്മളെ മുന്നിലേക്ക് അള്ള എത്തിക്കും. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പണ്ടത്തെ കാര്യം തന്നെ എടുത്താൽ ഞാൻ ഇങ്ങനെ ഒരു നോമ്പ് തുറ ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ പണ്ട് കറണ്ട് ഉണ്ടായിരുന്നില്ല, വിളക്ക് കത്തിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയം. നമുക്ക് ഭയങ്കര സങ്കടം തന്നെ തോന്നിപ്പോവും. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മൾ എത്രയോ എന്താ പറയുക മുന്നിലാണ് കേട്ടോ. ഇതൊക്കെ ഒരു അള്ളാൻ്റെ അനുഗ്രഹം തന്നെ എന്ന് പറയുക. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് അള്ളാനോട് ഞാൻ എത്ര സുജൂദ് ചെയ്താലും നമ്മൾ മതിയാവില്ല കേട്ടോ അള്ളാനോടും. പിന്നെ നമ്മൾ ചെറുതും വലുതുമായി സഹായിച്ച് നമുക്ക് വേണ്ടി ദുആ ചെയ്ത് എല്ലാവർക്കും ഞാൻ ദുആയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. തകർക്കും തോറും നമ്മൾ മുന്നിലേക്ക് കുതിച്ചുയരുക തന്നെ ചെയ്യും കേട്ടോ. ആ ഒരു ആത്മവിശ്വാസത്തോടെ നമ്മൾ മുന്നിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ തകർക്കുന്നവർക്ക്, അതൊരു തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ മുന്നിലെത്തി കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ താമ്പകുതി തമ്പുരാൻ പകുതി എന്നല്ലേ, നമ്മൾ അള്ളാനോട് കൂടുതൽ അടുക്കണം, കൂടുതൽ അള്ളാനോട് പ്രാർത്ഥിക്കാം, തളരാതെ മുന്നോട്ട് പോകുക എന്നൊരു ലക്ഷ്യത്തോടെ അങ്ങനെ പോകണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ ഇതാ വാങ്ക് വിളിച്ചു, നോമ്പ് തുറന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഇനിയുള്ള നോമ്പ് എടുക്കാനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ പഠിച്ചോൻ തരട്ടെ. പിന്നെ നമുക്ക് നാളെ ഒരു നോമ്പ് തുറ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു അമ്മായി നോമ്പ് തുറക്കാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് കേട്ടോ ഞാൻ പോണത് നോമ്പ് തുറക്കാൻ. അപ്പോൾ 18-ാം നോമ്പിനാണ് നമ്മൾ നോമ്പ് തുറക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം മാഷാ അല്ലാഹ്. അങ്ങനെ ഇന്നത്തെ നോമ്പ് നല്ല അടിപൊളി റാഹത്തായിട്ടോ. മുകളിലും കൂടി ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ ഇത്രയൊന്നും. പഠിച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഉയരങ്ങളിലെത്താൻ നിങ്ങളും ദുആ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇതാ വാങ്ക് വിളിച്ചു, ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അപ്പോൾ തണ്ണിമത്തൻ്റെ ഒരു ഐറ്റം കേട്ടോ ഫുള്ളും. അപ്പോൾ മുകളിലായതുകൊണ്ട് നല്ല ഇളം കാറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രകൃതി ഭംഗിയും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ നോമ്പൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നിസ്കരിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുന്ന് ത്രാവയൊക്കെ നല്ല കേൾക്കൂട്ടോ. പള്ളിയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് നിസ്കരിക്കാനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വവ്വാൽ കൂട്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പരുന്തിൻ്റെയും കൊറ്റിൻ്റെയും ഒക്കെ കഴിഞ്ഞ് ഈ സമയത്ത് ഫുൾ വവ്വാലായിരിക്കും കേട്ടോ വരിക. പിന്നെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്തെ സൗണ്ട് ഇവിടെ നമ്മുടെ വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് വാർപ്പ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചക്കാണ് വോയിസ് കൊടുത്തത്. അപ്പോൾ ഭയങ്കര ഒരു സൗണ്ടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറ റാഹത്തായിട്ടോ കൂട്ടുകാരെ. കുട്ടിക്ക് ചുമ ഉണ്ടാവാൻ ഉണ്ട് വരുന്നത് ഇറിട്ടായി കേട്ടോ. ഇനി ഇവിടെ വെളിച്ചുണ്ടാവില്ല. അപ്പം ഞങ്ങൾ പോയി നിസ്കരിച്ച് ഓതി ഇനി ബാക്കി പരിപാടി. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്ഥലം അടി മിണ്ടാണ്ടിരി വിളിക്കില്ലേ അത്ഭുതം കേട്ടോ. വവ്വാലൊക്കെ കണ്ടപ്പോൾ വവ്വാൽ നമ്മൾ ആദ്യമായിട്ട് അടുത്തിങ്ങനെ കാണണം കേട്ടോ. നമ്മുടെ അവിടേക്കൊന്നും കാണലേ ഇല്ല. ഇവിടെ വന്ന് പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു നോമ്പ് തുറ. പണ്ടത്തെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പഠിച്ച എത്രണ്ണമാണല്ലേ വേണ്ടി കേട്ടോ. വീഡിയോയിൽ കാടില്ലടി അറിയുന്നുണ്ട്. അതാ ലാൻഡ് ചെയ്യുന്നു അതാ ലാൻഡ് ചെയ്യുന്നു. നല്ല രസം കേട്ടോ അവിടെ ഇരിക്കാൻ. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ഗൈസ്. അടിപൊളിയാട്ടോ അവിടുത്തെ സ്ഥലം. എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പഠിച്ചോൻ തന്നൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം. ഒരുപാട് താങ്ക് യു. ദാ കൂടും പാല് ഇവിടെ അടുത്ത് കൂടെ എത്ര നിറ ബോളിൽ നോക്ക്
കാണില്ല കേട്ടോ അതിൽ. പക്ഷേ ഈ സമയമായി അവർ പിന്നെ കുട്ടികൾക്കൊക്കെ പുറത്ത് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റിയാസ്ക്ക് എണ്ണടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു 10 മണിയായപ്പം 10-10:30 ആയപ്പം അപ്പം ഞങ്ങൾ ഒപ്പം പോയി കേട്ടോ. ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. വണ്ടി പോകണമെന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴും റിയാസ്ക്ക് ഇങ്ങനെ എണ്ണടിക്കാൻ പോകുമ്പോഴൊക്കെ ഞങ്ങളെയും കൊണ്ടുപോകും. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോകാനും നല്ലൊരു തണുപ്പും നല്ല രസമാട്ടോ. അങ്ങനെ പോകാനും എല്ലാവരും പാടെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ അന്ന് പോയ കട ഉണ്ടല്ലോ, അത് പിന്നെ രാത്രി 12 മണി വരെയൊക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അവിടെ നിന്ന് ഓരോ പെപ്സും ഒരു ചായയും കുടിച്ചു കേട്ടോ. ആ സമയത്ത് ദാഹം വന്നപ്പോൾ അങ്ങനെ അതും കുടിച്ചു. ഞാൻ കഴിച്ചില്ല, ചായ മാത്രമേ കുടിച്ചുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് മാത്രം റിയാസ്ക്ക് പെപ്സ് വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ അതിൻ്റെ തൊട്ടന്നെ ഒരു ക്രിസ്ത്യാനി പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഉപ്പ് സോഡയും മേടിച്ച് കുടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ അങ്ങനെ തിരിച്ചും കൊണ്ട് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.